സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ സ്വാഗതം. സാറ്, പാകിസ്ഥാനും സൗദിയുമായിട്ടൊരു പ്രതിരോധ സഹകരണ കരാറുണ്ടായപ്പോൾ നമുക്ക് ചെറിയ ആശങ്കയുണ്ടായിരുന്നു, വലിയ ചർച്ചകൾ വന്നു. പക്ഷേ അതത്ര ഗൗരവ സ്വഭാവത്തിൽ നമ്മൾ പരിഗണിച്ചില്ല. കാര്യം സൗദി നമ്മുടെ ഒരു സൗഹൃദ രാഷ്ട്രം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിരിക്കുന്നു. സൗദിക്കു പുറമെ തുർക്കിയും കൂടി ഇപ്പോൾ പങ്കാളിയായിരിക്കുന്നു. മെക്ക പ്രതിരോധ കരാർ എന്ന തരത്തിലൊരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ സൗദിയുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, തുർക്കിയുടെ കയ്യിൽ ആവശ്യത്തിന് ആയുധങ്ങളുണ്ട്, പാകിസ്ഥാൻ്റെ കയ്യിലാണെങ്കിൽ ആറ്റം ബോംബുമുണ്ട്. നമ്മൾ ഭയക്കണോ? ഇത് ഭയക്കേണ്ട ഒരു കരാറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭയക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗൗരവത്തിലെടുക്കണം. അല്ലാതെ അമിതമായ ഭയമൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം ഈ രണ്ട് കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആണവശക്തിയാണ്. പാകിസ്ഥാൻ മുമ്പേ പ്രേമൻ സൂചിപ്പിച്ചോളം പാകിസ്ഥാന്റെ ആണവശക്തിയാണ്. പക്ഷെ പെട്ടെന്നൊന്നും ഒരാണവായുധം പ്രയോഗിക്കത്തക്ക ഒരു സാഹചര്യത്തിലല്ല അവർ താനും. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ കണ്ടതാണ്. അവരുടെ നമ്മൾ പറയത്തില്ല അസ്തിത്വം അല്ലെങ്കിൽ കുളം തോണ്ടുന്ന രീതിയില് പാകിസ്ഥാനിലെ 5 തുറമുഖങ്ങൾ വരെ നമ്മൾ അടിച്ച് ഒറ്റ ദിവസം രാത്രി കൊണ്ട് അടിച്ചു തകർത്തപ്പോൾ പോലും ആണവായുധത്തെ കൈ തൊടാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും മുതിരാൻ തയ്യാറായില്ല. അത് അമേരിക്ക ട്രംപ് പറയുന്നത് ഞാൻ പേടിപ്പിച്ചുകൊണ്ടാണെന്നാ പറയുന്നത്. അദ്ദേഹം പേടിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. അതൊന്നും തൊടാനൊക്കുകയില്ല. അതാണ് നമ്മുടെ സംവിധാനം. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ആ തരത്തിൽ നമ്മൾ ഒരുക്കിയിട്ടാണ് നമ്മൾ ബ്രഹ്മോസ് വെച്ച് അടിച്ചത്. അപ്പൊ ആണവരാജ്യമാണെന്ന് പറയുമ്പോൾ ആണവരാജ്യമാണ്, കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് അങ്ങനെ കൈവച്ച ഇപ്പൊ ഇറാന്റെ ഇല്ലേ ആണവായുധം? ഇറാന്റെ ആണവായുധം ഉണ്ടല്ലോ. എന്താ എടുക്കാൻ പറ്റാത്തത്, ഉപയോഗിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഈ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ തുർക്കി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. തുർക്കി കടന്നു വന്നതിനകത്തില് നമുക്കൊരു ചെറിയൊരു ആശങ്കയുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് എന്നും ശത്രുതയാണ്. ഇത്രയേറെ നമ്മളോട് ശത്രുത പുലർത്തുന്ന ഒരു രാഷ്ട്രമില്ല. അവിടുത്തെ പറഞ്ഞില്ലേ മുസ്ലിം 99 നല്ല ശതമാനവും 95% മേൽ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. പക്ഷെ ഇന്ത്യയുടെ നിതാന്ത ശത്രുതയാണ്. പാകിസ്ഥാനെ പോലെ തന്നെ നമ്മളോടൊരു ശത്രുതാ മനോഭാവമാണ് അവർക്കുള്ളത്. എന്തിനാണ്? രാജ്യത്തിന്റെ വളർച്ചയിലാണോ അതോ പാകിസ്ഥാന് ഈ മാതിരിയുള്ള അക്രമ സംഭവങ്ങൾക്കൊന്നും ഇന്ത്യ വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിലാണോ, അല്ലെങ്കിൽ അവരെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നതിന്റെ പേരിലാണോ, അല്ലെങ്കിൽ അവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കി ഒരു മുസ്ലിം അവരുടെ ഏകീകരണത്തിനുള്ള ശ്രമമാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സഹായിച്ചു. പ്രേമൻ ഓർക്കുന്നില്ല അന്ന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ അല്ലേ, ഏതാണ്ട് 1000-ഓളം ഡ്രോണുകളാണ് തുർക്കിയുടേത് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ആ സമയത്ത് ഉപയോഗിച്ചത് നമ്മുടെ കാശ്മീരിലെ പല ബോർഡറിലും അവർ കൊണ്ടുവന്നിട്ടത് അവസാനം ചെക്ക് ചെയ്ത് പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് തുർക്കി മെയ്ഡാണ്, തുർക്കിയുടെ സാധനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ചൈനീസ് ഉണ്ടായിരുന്നു ഈ കൂട്ടത്തില്. പക്ഷേ സാർ ഇതിലൊരു വലിയൊരു ആശങ്ക വരുന്ന സംഗതി, തുർക്കി ഇതിനോടകം തന്നെ നാറ്റോ അംഗരാജ്യമാണ്, അമേരിക്കയുടെ സഖ്യരാജ്യമാണ്. പക്ഷേ തുർക്കി സ്വപ്നം കണ്ടൊരു സംഗതിയുണ്ട്, ഒരു മുസ്ലിം നാറ്റോ എന്ന തരത്തിൽ, അല്ലെങ്കിൽ അറബ് നാറ്റോ എന്നൊക്കെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ തൽക്കാലം അതിൽ 3 രാജ്യങ്ങളെ അംഗങ്ങളുള്ളൂ. അത് ഒരു തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് പുതിയ ഒരു സൈനിക സഖ്യം രൂപപ്പെടുകയല്ലേ? വലിയ ഒരർത്ഥം, നാറ്റോ പോലെ തന്നെ വലിയൊരു സൈനിക സഖ്യം, അതിൻ്റെ ഒരു നാന്ദി കുറിക്കൽ കൂടിയല്ലേ ഇത്? പ്രേമ, അതിനകത്ത് ഈ സൈനിക സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തുർക്കിയും പാകിസ്ഥാനും ഒഴിച്ചു കഴിഞ്ഞാല് അങ്ങനെ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളൊന്നും അതിനകത്തില്ല. ഇപ്പൊ GCC രാഷ്ട്രങ്ങൾ, ഇപ്പൊ സൗദി അറേബ്യ വന്നിരിക്കുന്നു. സൗദി അറേബ്യക്ക് ഇവിടെ സൈനിക ശക്തി ഉള്ളത് ആകെ കൂടെ അവര് പാകിസ്ഥാനിൽ നിന്ന് വന്ന പാകിസ്ഥാൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുറച്ച് പടയാളികളുണ്ട്, കുറച്ച് സൈന്യങ്ങളാണ്. അമേരിക്കയാണല്ലോ, സൗദിക്ക് സ്വന്തമായി അങ്ങനെ വലിയ ഫോഴ്സ് ഉള്ളതായിട്ട് അറിയില്ല. ഇല്ല, സൗദിക്ക് ഫോഴ്സ് ഇല്ല. സൗദിക്കുള്ളതെന്ന് പറഞ്ഞാൽ സമ്പന്നതയാണ്, എണ്ണയുടെ സമ്പന്നത, പണത്തിന്റെ ധാരാളിത്വം അവരുടെ ഉണ്ട്. അപ്പൊ പണം, നമ്മളിപ്പോ കൂലിക്ക് ആളിനെ തല്ലി നിർത്തിക്കുക എന്ന് പറയത്തില്ലേ, പണ്ട് ജഗതി സിനിമയിൽ പറഞ്ഞതുപോലെ കൂലിക്ക് ആളിനെ വിട്ടടിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമാണ് സൗദിയുടെ ഉള്ളത്. ഇഷ്ടം പോലെ പണമുണ്ട് അവരുടെ, ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷെ അവർക്ക് ആയുധമില്ല, ഇറങ്ങി അടിക്കാൻ തക്ക ശേഷിയുള്ള സൈന്യവുമില്ല. അങ്ങനെയാണല്ലോ, ഒരു സുഖലോലുപതയിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. എണ്ണയുടെ സമ്പന്നത കൊണ്ടും പ്രകൃതി മറ്റു കാര്യങ്ങളുടെ സമ്പന്നത കൊണ്ടും അവർ സുഖപരമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യം എന്നുള്ളതുള്ളൂ. പഴയ കസ്റ്റത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഏറ്റവും കൂടുതൽ സുഖലോലുപത. ഇപ്പൊ നമ്മളുമായിട്ട് നല്ല ബന്ധമാണ് കേട്ടോ, സൗദി അറേബ്യക്ക് നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യമാണ്. അത് ഒരുപാട് വ്യാപാര ബന്ധങ്ങൾ നമ്മളുമായിട്ടുണ്ട്. സൗദി രാജാവുമൊക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളാണ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്ക്. പക്ഷെ ഇതിനകത്ത് നിന്ന് കളിക്കുന്നത്, അപ്പൊ ഈ സൗദിയുടെ സമ്പത്ത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ തുർക്കിക്കും പാകിസ്ഥാനും ചില സൂക്കേട് തുടങ്ങിയിരിക്കുന്നത്. ഇവർക്കാണ് ഇപ്പൊ അസുഖം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനാണ് ഇക്കാര്യത്തില് മറ്റൊരു ഏറ്റവും കൂടുതൽ, കാരണം അവരിലൊന്നുമില്ല.
ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാന്റെ അല്ല, ഒന്നും രണ്ടുമുണ്ട്. ഇല്ലെന്ന് പറയരുത്. വലിയൊരു ഭിക്ഷാപാത്രം ഉണ്ട് അവരുടെ കയ്യിൽ. അത് എല്ലാവരുടെ മുമ്പിൽ നീട്ടുന്നുമുണ്ട്. അത് ശരിയാ. ബെഗ്ഗിംഗ് അവരുടെ രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു ബെഗ്ഗിംഗ് അതുണ്ട് അവരുടെ കയ്യിൽ. അത് സത്യമാണ്. അത് നീട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീകരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ട് അമേരിക്കയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താല്പര്യം അത് തന്നെയാണ്. ഏതെങ്കിലും രാജ്യങ്ങൾക്കെതിരെ ഭീകര സംവിധാനങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഇവരെ ഉപയോഗിച്ചാൽ മതി, ഈ രാജ്യത്തെ ഉപയോഗിച്ചാൽ മതി. അതാണല്ലോ അവർ പണ്ടും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യക്കെതിരെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. പക്ഷെ ഇപ്പൊ ലോകക്രമമെല്ലാം മാറി. ഇപ്പൊ ട്രംപിന് കാര്യം മനസ്സിലായി. ഈ നാറ്റോ പോലത്തെ ഒരു മോഡൽ സഖ്യമാണിത്. മറ്റേ അങ്ങ് രാജ്യങ്ങൾ അതെ, അത്രയും ബലമില്ലെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ കൂട്ടായിട്ട് ആക്രമിക്കും. അതാണ് അവരുടെ പോളിസി. കൂട്ടായിട്ട് കൂട്ടായിട്ട് ആക്രമിക്കുക എന്നുള്ളത്. ഇതിപ്പോ അങ്ങനെയാണ്. പക്ഷേ GCC രാഷ്ട്രങ്ങളിലെ പിന്നെ ഈ അറബ് എമിറേറ്റ്സുകളിലൊക്കെ എത്ര എണ്ണം ഈ കൂട്ടായ്മ വരുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അവരാരും ഇതോടെ കൂടത്തില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനോട് കൂടാൻ ആർക്കാ താല്പര്യം? ഒന്നും ഉണ്ടാകത്തില്ല. തുർക്കിയെ സംബന്ധിച്ചിടത്ത് അങ്ങനെയാണ്. വളരെ സംശയത്തോടെ വീക്ഷിക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല സാർ, മാന്യമര്യാദ ഇതിന്റെ മറ്റൊരു സാധ്യതയും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിനെ മുൻനിർത്തി ഇസ്രയേലിന്റെ സൗഹൃദ രാഷ്ട്രങ്ങളാക്കി മാറ്റണം. ഇപ്പൊ എബ്രഹാം അക്കോർഡ്സ് പോലെയുള്ള പരിപാടികൾ മൂലം കുറേയധികം അറബ് രാഷ്ട്രങ്ങളെ അമേരിക്കയുടെ കീഴിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇസ്രയേലുമായിട്ടൊരു സൗഹൃദ സഖ്യമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ തുർക്കി അതിനോടൊന്നും യോജിപ്പില്ല. തുർക്കിയുടെ പ്രഖ്യാപിത ശത്രുവാണ് ഇസ്രയേൽ. അപ്പോൾ ഇവിടെ തുർക്കി കൂടി പങ്കാളിയാകുന്ന അല്ലെങ്കിൽ തുർക്കി കൂടി നേതൃത്വം നൽകുന്ന ഇങ്ങനെ ഒരു സൈനിക ക്രമം ഉണ്ടാകുമ്പോൾ ട്രംപും അല്ലെങ്കിൽ അമേരിക്കയും ഇത്രകാലം എടുത്ത പണിയൊക്കെ പാഴായി പോകുമോ? അങ്ങനെ പറയാനൊക്കത്തില്ല. കാരണം അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ വലിയ ശക്തി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി തന്നെയാണ് അവര്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ട്രംപിനകത്ത് പെട്ടുകിടന്നു കൊണ്ടാണ്. അതായത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ട്രംപ് പെട്ടുപോയത് കൊണ്ടാണ്. അപ്പൊ ഇപ്പം ഇറാനെ നശിപ്പിക്കണം, അല്ലെങ്കിൽ ഇറാന്റെ അണവായുധങ്ങൾക്കകത്ത് ട്രംപിന് ചെറിയ ശ്രദ്ധ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ ഇസ്രായേൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് അവിടെ ഭരണമാറ്റം നമുക്കുണ്ടാക്കാം, അവിടെ രാജ്യത്ത് വലിയ അസ്ഥിരതയാണ്, ഖമേനിക്കെതിരെ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നു. അപ്പൊ ഈ സമയത്ത് നമുക്ക് വെനസ്വേല പോലെ അതിന് പിടിച്ചെടുക്കാം. അവിടെ ഒരുപാട് സമ്പത്തുണ്ടല്ലോ, നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകമുണ്ട്, എണ്ണയുണ്ട്, ലോകത്തിലെ വലിയ സമ്പന്ന രാജ്യമാണ്. അതേപോലെ തന്നെ ഹോർമൂസ് ഉണ്ട്, മൂവ്മെന്റ് നടക്കുന്ന ഹോർമൂസ് കടൽ തീരത്തോടെ ചേർന്ന് കിടക്കുന്നു. അപ്പൊ ഇത് പിടിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലാണ് ശരിക്കും അമേരിക്കയെ കൊണ്ട് ചാടിച്ചത് ട്രംപിന്. അല്ലെങ്കിൽ അമേരിക്കയിൽ എത്രയോ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. ഇറാനുമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അവർ പ്രശ്നങ്ങൾ നിലനിൽക്കുകയായിരുന്നു. ഒരു പ്രസിഡന്റിനും എന്താ തോന്നാഞ്ഞത്? ഇറാന് നേരെ ആക്രമണം നടത്താൻ തോന്നാഞ്ഞ എന്താണ് ആവശ്യമില്ലാത്തതിനകത്ത് കൊണ്ട് തലവിട്ട് കൊടുക്കുക, അതിനകത്ത് കൊണ്ടിട്ട് തലയിടണ്ടെന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു. പക്ഷെ ട്രംപ് ഇതിനകത്ത് ചെന്ന് വീണുപോയി. അത് അവരുടെ ചില ബിസിനസ് ഡീലാണ്, ഇസ്രായേലുമായിട്ടുള്ള ചില ബിസിനസ് ഡീലുകളാണ്. പ്രത്യേകിച്ച് നെതന്യാഹുമായിട്ടുള്ള ബിസിനസ് ഡീലിന്റെ പുറത്താണ് ട്രംപ് വീണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പറ്റിയതാണ്. പക്ഷേ സൈനിക ശക്തി എന്നും അമേരിക്ക തന്നെയാണ്. നമ്മുടെ ഒരു ആശങ്കയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തുർക്കി പാത്തും പതുങ്ങിയും പാകിസ്ഥാനിൽ ചരക്ക് വിമാനം ഇറക്കി. ആ വിമാനത്തിൽ നിന്ന് ഇറക്കിയ പെട്ടികളിൽ മുഴുവൻ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താനായുള്ള ഡ്രോണുകളും മറ്റ് സംഗതികളുമായിരുന്നു. തുർക്കി അത് ഔദ്യോഗികമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ വിമാനം പോയ വഴിക്ക് ഇന്ധനം നിറയ്ക്കാൻ തോന്നിയപ്പോൾ അവിടെ ഇറക്കി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. 3 രാഷ്ട്രങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം ആക്രമിക്കപ്പെട്ടാൽ കൂട്ടായി ആക്രമിക്കാമെന്നുള്ളതാണ് കരാറിൻ്റെ ഉള്ളടക്കം. ഇനി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു സംഘർഷം ഭാവിയിൽ ഉണ്ടാകുന്നുവെന്ന് കരുതുക. ആ സമയത്ത് തുർക്കിക്ക് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒപ്പം ചേർന്ന് പ്രത്യക്ഷത്തിൽ നിലപാടെടുക്കാനോ ഒരു അവസരം ആയി വരികയില്ലേ ഈ പുതിയ സാഹചര്യം? ഒരിക്കലും വരത്തില്ല. കാരണം അങ്ങനെയൊക്കെയുള്ള ശേഷിയൊന്നും അവർക്കില്ല. അവർക്കിപ്പോ സൗദിയുടെ പണമാണ് കാണുന്നത്. സൗദി അറേബ്യയും GCC ഗൾഫ് രാജ്യങ്ങളുടെ പണം കണ്ടിട്ട് മാത്രം എടുത്ത് ചാടുകയാണ്. ഇവന്മാർക്ക് സ്വന്തം നിലനിൽപ്പ് ഞങ്ങൾ കൂലിത്തട്ടുകാരായിട്ട് മാറാം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്ത് ശേഷിയാണുള്ളത്? ഇപ്പൊ ചൈനയുണ്ട്, ചൈന അടുത്ത് കിടക്കുകയാണ്. തുർക്കി അങ്ങനെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് വാല് പൊക്കിക്കൊണ്ട് വന്നാൽ അവരടങ്ങിയിരിക്കുമോ? ഒരു കാരണവശാൽ അവർ പിന്നെ അത്തരം കാര്യങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇതില് ഒരു പ്രായോഗികമായ പ്രതിസന്ധിയുണ്ട്. ഇപ്പൊ സൗദിയുടെ പണം കണ്ടിട്ട് തുർക്കിയും അല്ലെങ്കിൽ പാകിസ്ഥാനും സൗദിയുടെ ഒപ്പം നിൽക്കുന്നു. പക്ഷെ സൗദി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണമാണ്. ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെയും തുർക്കിയുടെയും വലിയ അനുചരന്മാരാണല്ലോ. അപ്പൊ അവർക്കെതിരെ ഇനി എങ്ങനെ ഇവർ നിലപാടെടുക്കും?
അല്ലെ പ്രോക്സിക്കളി അതാണ് മറ്റൊരു പ്രോക്സിക്കളിയായിട്ട് തന്നെയാണ് ഇപ്പൊ യഹൂദികൾ നടത്തുന്നത് പോലെ ഒരു പ്രോക്സിക്കളി, ചെങ്കലിൽ നടത്തുന്ന ഒരു പ്രോക്സിക്കളി തന്നെയാണ് പ്രേമായുധം പറയുന്നത്. ഇപ്പൊ പ്രേമനകത്ത് നോക്കിക്കൊള്ളുക, ഈ 3 രാഷ്ട്രങ്ങളല്ലാതെ ആരെങ്കിലും ഇതിനകത്ത് തയ്യാറായി വരുമെന്ന് നോക്കുക. നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇപ്പൊ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പൊ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കുടം അവർക്ക് സംരക്ഷണം ഒരുക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് അമേരിക്കയുടെ കാവലുണ്ടെങ്കിൽ, അല്ലെ അമേരിക്കൻ എയർബേസുകളും അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, നമ്മളെ വീട്ടിൽ വലിയൊരു 10 അൽസേഷൻ പട്ടിയെ വീട്ടിൽ കെട്ടിയിട്ടേച്ച് കിടന്നുറങ്ങുന്ന പോലെ നമുക്ക് കിടന്നുറങ്ങാം എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ ഈ പശ്ചിമേഷ്യൻ യുദ്ധം അതിന് ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് രാജ്യമാണ് സുരക്ഷിതം? ഒരു രാജ്യവും സുരക്ഷിതമല്ല. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറാൻ എന്ത് ചെയ്തു? എല്ലായിടത്തേക്കും തിരിച്ചടിക്കുകയാണ്, എല്ലാവരെയും തിരിച്ചടിക്കുകയാണ് അവർ ചെയ്യുന്നത്. എമിറേറ്റ്സുകളെയാണ് കഷ്ടിച്ചവർ ഒഴിവാക്കിയിരിക്കുന്നത്, ബാക്കി എല്ലാ രാജ്യങ്ങളും തിരിച്ചടിക്കുന്നുണ്ട് അവര്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് താവളം കൊടുക്കാൻ സൗകര്യം കൊടുക്കുന്നത് തങ്ങൾക്ക് ദോഷകരമാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഈ കരാറിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ നോക്കിയപ്പോ സൗദി ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട രാജ്യമാണ്. കുവൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ കുവൈറ്റ് എന്തിനകത്ത് വരാത്തത്? ഏറ്റവും കൂടുതൽ ഇറാന്റെ അടിമേടിച്ചത് കുവൈറ്റ് അല്ലേ? ഖത്തർ കിടക്കുന്നു, അമേരിക്കൻ എയർബേസ് കിടക്കുന്നതാണ്. അവര് 2 കൈ എടുത്ത് പറയണം അമേരിക്കയോട് എങ്ങനെയെങ്കിലും ഈ എയർബേസ് എടുത്തുകൊണ്ട് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അമേരിക്ക ഒരു സുരക്ഷിതമല്ലാത്ത രാജ്യമായി, അമേരിക്കൻ പ്രൊട്ടക്ഷൻ, അമേരിക്കയുടെ സർവാധികാരം ഒരു പ്രൊട്ടക്ഷൻ അല്ലാതെ മാറുന്നു എന്നുള്ളൊരു ആശങ്കയിൽ നിന്നാണ് സൗദി എടുത്ത് ചാടിയിരിക്കുന്നതിനകത്ത്. പക്ഷെ അത് എത്ര കണ്ട് പ്രായോഗികമാകും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ സംശയമുണ്ട്. തുർക്കിയുടെ ഈ പറഞ്ഞതുപോലെയാണ്, കുറച്ച് ഡ്രോണും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ആണവായുധങ്ങളൊന്നും പുറത്തെടുക്കത്തക്ക ശേഷി പാകിസ്ഥാനുമില്ല. നമ്മൾ ഇതൊക്കെ നേരത്തെ തന്നെ കണ്ടതാണ്. ഇപ്പൊ സൗദി രാജകുമാരനുമായിട്ട് ഇന്ത്യ എന്തുകൊണ്ടാണ് നല്ലൊരു ബന്ധത്തിലേക്ക്, എത്ര കോടി രൂപയുടെ ബിസിനസ് കരാറിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? കഴിഞ്ഞ 2 വർഷത്തെ കരാറുകൾ എടുത്തു നോക്കുക, ഈ അടുത്ത സമയത്ത് ഒപ്പിട്ട കരാറും. അവര് ബിസിനസ്സുകാരാണ്, അവരുടെ പണം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ അവരാരെ ആക്രമിച്ചാലേ, ഇപ്പൊ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ സൗദി ആരെ കൊണ്ട് ആക്രമിപ്പിക്കും? വേണേ കുറച്ച് പണം കൊടുക്കുമായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ പാകിസ്ഥാൻ തെക്കോടൊക്കെ നടന്ന് കരഞ്ഞല്ലോ. അന്ന് വേൾഡ് ബാങ്കിൽ നിന്ന് അമേരിക്ക അല്ല, ട്രംപ് സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവിടെ ഇപ്പൊ പറഞ്ഞല്ലോ അരിയും മണി പെട്രോളും മണ്ണെണ്ണയും ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് നോക്കിയപ്പോ ഇതൊരു നല്ല പരിപാടിയാണ്. അപ്പൊ അങ്ങനെ കൂടുതൽ കിട്ടാവുന്നിടത്ത് ചെന്ന് കാശ് മേടിക്കുക. അപ്പൊ അതിനുവേണ്ടി ഒരു കരാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മെക്ക കരാർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതെ അതിലൊരു സെന്റിമെന്റൽ വാല്യൂ ഉണ്ടാക്കുക. അതേപോലെ ഇസ്ലാമിക രാജ്യങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കാനുള്ള ഒരു കൂട്ടം നാറ്റോ പോലെ തന്നെ ഇപ്പുറത്ത് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു, ഇനി ആരെങ്കിലും ഒക്കെ ഇതിനകത്തേക്കൊക്കെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ഭരണാധികാരി ഇത് നേരത്തെ തന്നെ ഒരു വർഷം മുമ്പ് തന്നെ, അതായത് ഇവർ തമ്മിൽ പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള കരാർ ഉണ്ടായപ്പോ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിരുന്നു. നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവർ വേണേൽ ചെയ്തോട്ടെ, അതിനകത്തൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കറിയാതെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തില് ഇപ്പൊ അതിനകത്തേക്ക് തുർക്കിയെ കൂടെ വലിച്ചിട്ടിരിക്കുന്നു. തുർക്കി പറഞ്ഞ നന്ദികേടിന്റെ അങ്ങേയറ്റത്തെ രാജ്യമാണ്. പ്രേമൻ ഓർക്കുന്നില്ലേ? അന്ന് ഭൂകമ്പം ഉണ്ടായപ്പോ എത്ര കോടിയാ നമ്മൾ തന്നെ പിരിച്ചു കൊടുത്തില്ലേ? കേരളത്തിൽ നിന്ന് പണം കൊടുത്തില്ലേ? അല്ലേ? 10 കോടി. അപ്പൊ അതാണ്, കേരളത്തിൽ നിന്ന് പോലും CPM ഭരിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ നികുതി പണം എടുത്ത് കൊടുത്തതാണ്. അത് മേടിച്ച് തിന്നേച്ചാണ് നമുക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇവർ കളിച്ചത്. നന്ദികേടിന്റെ പര്യായ പദങ്ങളാണ് ഈ രാജ്യങ്ങളെന്ന് ഈ പറയുന്ന ഈ തുർക്കി ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ശരി. പക്ഷെ സൗദി അങ്ങനെയല്ല, സൗദി മാന്യന്മാരാണ് കേട്ടോ. മാന്യമായ രീതിയിൽ ബിസിനസ് നടത്തി പോകുന്ന ഒരു രാജ്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് നമുക്ക് ആശങ്കയുടെ ഒന്നും ഒരു അടിസ്ഥാനമൊന്നുമില്ല, പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ, ചെറിയ കീടങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാനും, നീർക്കോലി കടിച്ചാലും എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്ന് പറഞ്ഞതുപോലെ ഉള്ള ശ്രമങ്ങളൊക്കെ ഇവർ നടത്തി നോക്കുമായിരിക്കും. വരട്ടെ, അതിന്റെ പരീക്ഷണങ്ങൾ വരട്ടെ, നമുക്കറിയാം എങ്ങനെ പോകുന്നുള്ളത്. ശരി, നന്ദി സർ.